everyone, SJ ആണ്. The Jungle Air Crash എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് സമ്മറി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ജൂലിയാനെ കൊപ്കെ എന്ന് പറയുന്ന ആളുടെയാണ് ഈ ഒരു സ്റ്റോറി. അവരുടെ നറേഷൻ ആണ്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം അവര് പറയാണ് നമ്മളോട് ചെയ്യുന്നത്. ഒരു എയർ ക്രാഷിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. The jungle air crash revolves around the horrific experience of Juliane Kopke, a German biologist who survived alone in the Peruvian rainforest for 11.5 days. Okay, ഈ ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു നറേഷൻ റിവോൾവ്സ് അറൌണ്ട് ദ ഹൊറിഫിക് എക്സ്പീരിയൻസ്, ഭയാനകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ആരുടെ? ഓഫ് ജൂലിയാനെ കോപ്കെ. ജൂലിയാനെ കോപ്കെ എന്ന് പറയുന്ന ഈ ആളുടെ, ഈ ഓതറിന്റെ, നമ്മൾ ചിത്രത്തിൽ കണ്ടില്ലേ, ഈ വ്യക്തിയുടെ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് അവർ നേരിട്ട ഒരു ഭയങ്കര ഹൊറിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ കോപ്കെ ആരാണ് നോക്കുക നമുക്ക്? എ ജർമ്മൻ ബയോളജിസ്റ്റ് ആണ് അവര്. ജർമ്മൻകാരായിട്ടുള്ള ഒരു ബയോളജിസ്റ്റ് ആണ് അവര്. ഹു സർവൈവ്ഡ്, ഇവർ അതിജീവിച്ചതാണ്. എലോൺ, ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഇവര് മാത്രമാണ് അതിൽ അതിജീവിച്ചത്. ഇൻ ദ പെറൂവിയൻ റെയിൻ ഫോറസ്റ്റ് ഫോർ 11.5 days, 11.5 ദിവസം അവരെന്ത് ചെയ്തു? ഈ പറയുന്ന കൊടുങ്കാടില്, പെറുവിയൻ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന കൊടുങ്കാടില് ഒറ്റയ്ക്ക് ഈ പെൺകുട്ടി മാത്രം 11.5 ദിവസം എന്ത് ചെയ്തു? അതിജീവിച്ച കഥയാണ് നമ്മളിവിടെ പറയുന്നത്. വൺ ഡേ ഷീ ആൻഡ് ഹർ മദർ boarded Lanza Airlines flight number 508 to spend Christmas with her father in the jungle hut. ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഈ പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട്. അവരുടെ പ്രൊഫഷൻ അതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഓർണിത്തോളജിസ്റ്റ് ആണ് ഒരാള്. അപ്പൊ ഇവര് അച്ഛന്റെ കൂടെ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറിയതാണ്. അവരുടെ ജംഗിളിലുള്ള ഹട്ടിൽ ആണ് ഇത്തവണത്തെ ക്രിസ്മസ്. സോ അവിടേക്ക് പറക്കുകയാണ് ഇവര്, ഈ ജൂലിയൻ കോപ്കെയും അതുപോലെ അമ്മയും. ഓക്കെ, എവറിത്തിങ് ഇൻസൈഡ് ദ പ്ലെയിൻ സീംഡ് ക്വൈറ്റ് നോർമൽ. എല്ലാം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ദ ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ, ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഇങ്ങനെ ലീവ് ദ ഗ്രൗണ്ട് ആൻഡ് ഫ്ലൈ. ടേക്ക് ഓഫ് മീൻസ് ടു ലീവ് ദ ഗ്രൗണ്ട് ആൻഡ് ഫ്ലൈ. ഗ്രൗണ്ട് വിട്ടിട്ട് ഇങ്ങനെ പറക്കൂലേ, അതിനാണ് ടേക്ക് ഓഫ് എന്ന് പറയാം. അപ്പൊ അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ദ ക്ലൈംബ് ഓവർ ദ സ്നോ കവേർഡ് ആൻഡീസ് പർവ്വതനിര, വലിയ പർവ്വതനിരയാണ്. അതിന് മഞ്ഞു മൂടി കിടക്കുന്ന ആൻഡീസ് പർവ്വതനിരയ്ക്ക് മുകളിലൂടെ പറന്ന, ക്ലൈംബ് ചെയ്തത് എന്ന് വെച്ചാൽ ഈ പറയുന്ന വിമാനം പറന്നതൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെയാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു ഫ്ലൈറ്റിന്റെ അകത്തൊന്നും. ദ സ്മൈലിംഗ് സ്റ്റീവോട്ട്നസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ എയർ ഹോസ്റ്റസ് ഇല്ലേ, അവരുടെ മെയിലാണ് ശരിക്കും സ്റ്റീവോട്ട്. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റ് സ്റ്റീവോട്ട് എന്ന് പറയും. അപ്പൊ അവര് ഒന്നും കുഴപ്പമില്ല, ഉഷാറായിരുന്നു. ദെൻ ദ ഗ്രീൻ ജംഗിൾ സ്ട്രെച്ചിങ് ഈസ്റ്റ് ടു ദ ഹൊറൈസൺ. നമ്മുടെ ഫ്ലൈറ്റിന് താഴേക്ക് നോക്കിയാൽ അങ്ങ് കിഴക്കേ ചക്രവാളം വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ആമസോൺ കാടുകൾ പോലെയുള്ള റെയിൻ ഫോറസ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. 30 minutes ആഫ്റ്റർ ടേക്ക് ഓഫ്, ഏകദേശം 30 minutes ആയി. ടേക്ക് ഓഫിന് ശേഷം 30 minutes ആയി. ഓക്കെ, they were over the jungle, visibly diminished, and all of a sudden they hit a storm front. അങ്ങനെ 30 minutes കഴിഞ്ഞപ്പോൾ അവർ ഏകദേശം ആ കാടിന്റെ നടുവിൽ, ഇങ്ങനെ മുകളിൽ ഏറ്റവും നടുവിലായിട്ട് നിൽക്കുന്ന സമയത്ത് ഫുൾ ഇരുട്ടായി. ഒരു വലിയ കൊടുങ്കാറ്റ് അവിടെ പിടികൂടി. ഓക്കെ, ബോഡ് ഡേ ലൈറ്റ് ടേൺഡ് ടു നൈറ്റ്. നല്ല പ്രകാശമുള്ള, നല്ല പകൽ വെളിച്ചം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് അതെന്തായി? നൈറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. ഓക്കെ, നൈറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു വെച്ചാൽ ഇരുട്ടായി മാറിയിരിക്കുന്നു. ലൈറ്റ്നിങ് വാസ് ഫ്ലാഷിംഗ് ഫ്രം ഓൾ ഡയറക്ഷൻസ്. എല്ലായിടത്തു നിന്നും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നു? മിന്നൽ കാണാൻ പറ്റുന്നു, ഇടിമിന്നല്. ബാഗ്സ്, ഫ്ലവേഴ്സ്, പാക്കേജസ്, ടോയ്സ്, ജാക്കറ്റ്സ് ആൻഡ് ക്ലോത്ത്സ് റെയിൻ ഡൗൺ ഹാർഡ് ഓൺ ദെം. ഈ ഫ്ലൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ എന്താ പറയാ, ക്യാബിനിലാണ് നമ്മളെല്ലാം വെക്കുക അല്ലെ. ക്യാബിൻ ക്രൂ എന്നാണ് ഈ നമ്മളപ്പോ ഇതൊക്കെ എടുത്ത് വെക്കാൻ വരുന്ന ആളുകൾ പറയാം. അപ്പോൾ ഈ പറയുന്ന ലഗേജസ് എല്ലാം, ബാഗും ഫ്ലവേഴ്സും പാക്കേജസും ടോയ്സും ബിസ്ക്കറ്റ്സും എല്ലാ സാധനങ്ങളും ഒക്കെ ആളുകളുടെ മേലേക്ക് തന്നെ റെയിൻ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ വീഴാൻ തുടങ്ങി. ഓക്കെ, സ്വാഭാവികമായിട്ട് നമുക്ക് ഭയം ഉണ്ടാകുന്ന ഒരവസ്ഥ അല്ലെ. സാൻഡ്വിച്ച് ട്രേസ് ആൻഡ് ബാഗ്സ് സോർഡ് ത്രൂ ദ എയർ. ആളുകളുടെ ഈ ഭക്ഷണം കഴിക്കുന്ന ട്രേസും മറ്റുമൊക്കെ ഇങ്ങനെ ഈ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറന്ന് കിടക്കുകയാണ്. അത്രയും ഭയാനകമായിട്ടുള്ള അവസ്ഥ. സഡൻലി ദർ വാസ് എ വയലന്റ് ഷേക്കിംഗ്. പെട്ടെന്ന് അവിടെ ഒരു വലിയ കുലുക്കമുണ്ടായി. ഓക്കെ,
ആൻഡ് ഷീ ഫൗണ്ട് ഹെർസെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ. പെട്ടെന്ന് അവൾ മനസ്സിലാക്കി ഞാൻ പുറത്തേക്ക് വീണിരിക്കുന്നു. ഈ ഫ്ലൈറ്റ് രണ്ടായിട്ട് പിളർന്നു, ഞാൻ സീറ്റും അടക്കം എന്ത് ചെയ്തിരിക്കുന്നു, പുറത്തേക്ക് വീണു എന്ന് അവൾ മനസ്സിലാക്കി. ഫ്ലൈയിങ് അപ്പാർട്ട് ഫ്രം ഇറ്റ്, ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്ക് അങ്ങ് തെന്നി പോവുകയാണ്. ആൻഡ് എലോൺ, ഒറ്റയ്ക്കാണ്. ഫ്ലൈയിങ്, പറന്നുകൊണ്ടിരിക്കുകയാണ്, വീണുകൊണ്ടിരിക്കുകയാണ്. ഫോളിംഗ് ആണ്, ഫ്ലൈയിങ് അല്ല, ഫോളിംഗ് ആണ്, താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. വെൻ ഷീ വോക്ക് അപ്പ്, ജീവനുണ്ടോന്ന് അറിയില്ല അല്ലേ, എന്ത് സംഭവിച്ചു എന്നറിയില്ല, ബോധം പോയിട്ടുണ്ടായിരുന്നു. എണീറ്റ സമയത്ത് ഷീ സോ ഹെർസെൽഫ് ലൈങ് അണ്ടർ എ സെക്ഷൻ ഓഫ് 3 സീറ്റ്സ്. അവള് കണ്ടു, അവള് എവിടെയാ കിടക്കുന്നത്, 3 സീറ്റുള്ള ഒരൊറ്റ ഒരു സീറ്റ്, 3 സീറ്റുള്ള എന്താ പറയാ ഒരു ബഞ്ച്, ഒരു സെക്ഷൻ, അതിനകത്ത് ഒരാൾ മാത്രം. ടേൺഡ് അപ്സൈഡ് ഡൗൺ വിത്ത് നോ സൈൻ ഓഫ് ഹെർ മദർ. അമ്മയൊന്നും ഇല്ല അവിടെ അടുത്ത്, തൊട്ടടുത്ത് അമ്മ ഉണ്ടായിരുന്നു, അതിനപ്പുറത്ത് വേറെ ആരും ഉണ്ടായിരുന്നു. പക്ഷെ ഈ സീറ്റിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ, തല തിരിഞ്ഞാണ് കിടക്കുന്നത്. അതർ പാസഞ്ചേഴ്സ് ഓർ ദ പ്ലെയിനും കാണുന്നില്ല, ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെയും കാണുന്നില്ല, അമ്മയും കാണുന്നില്ല, ഞാൻ ഒറ്റക്കാണ്. ഷീ സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ലൈങ് അണ്ടർ ദ സീറ്റ്, ഹാഫ് സ്ലീപ്പ് ഇൻ ഷോക്ക്. ഞെട്ടല്, ആ രാത്രി മുഴുവനും അവൾ അങ്ങനെ ഒരു പാതി ഉറക്കത്തിൽ എന്നോളം അങ്ങനെ തന്നെ കിടന്നു. The next morning she crawled out slowly because everything swam dizzily before her. പിറ്റേ ദിവസം അവള് പതുക്കെ she crawled എന്ന് പറഞ്ഞ എഴയുക, അവൾ എഴഞ്ഞു, സ്ലോലി, ബിക്കോസ് എവറിത്തിങ് സ്വാം ഡിസീലി ബിഫോർ ഹർ. അവൾക്ക് നല്ലൊരു തലചുറ്റൽ പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് പതുക്കെ അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല, എഴഞ്ഞെഴഞ്ഞ് നടന്നു. ഷീ ദെൻ പിക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക്. ശേഷം അവൾ ഒരു നീളമുള്ള വടിയെടുത്തു. ടു അവോയ്ഡ് സ്നേക്സ്, പോയ്സണസ് സ്പൈഡേഴ്സ് ആൻഡ് ആൻസ്. കാട്ടിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ജീവികൾ, കാട്ടിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭീകരമായ ജീവികൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്നേക്സും സ്പൈഡേഴ്സും ആൻസും ഒക്കെയാണെന്ന് അവർക്ക് അച്ഛനമ്മമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷ വേടാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു, വലിയൊരു സ്റ്റിക്ക് വാങ്ങി പിടിച്ചിട്ടുണ്ട്. വാങ്ങാൻ മീൻസ് അവിടെ നിന്ന് കിട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. Her parents had guided her that when lost in jungle, one should always look for streams. അച്ഛനമ്മമാർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴെങ്കിലും കാട്ടിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട മാപ്പ് ഏതാണെന്നറിയോ, നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട റൂട്ട് ഏതാണെന്നറിയോ, സ്ട്രീംസ് തേടി പോവുക, അരുവികളെ തേടി പോവുക. കാരണം ആൻഡ് ദെൻ ഫോളോ ദെം ടു ദ ലാർജ് സ്ട്രീംസ് എന്ന് വെച്ചാൽ അരുവികൾ പിന്നീട് ഇതിലേക്കാ ചേരുക, പുഴകളിലേക്കും, പുഴകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റും. മനസ്സിലായില്ലേ? ആ റൂട്ട് നമുക്ക് തന്നെയാണ്, റോഡ് ഉണ്ടാവില്ലല്ലോ ഇവിടെ ഈ ജംഗിളിൽ. അപ്പോൾ ഈ ജംഗിളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്ട്രീംസ് കണ്ടുപിടിക്കുക, സ്ട്രീംസിന്റെ സൈഡിലൂടെ നടന്ന് റിവേഴ്സിലെത്തും, റിവേഴ്സിന്റെ സൈഡിൽ ആളുകൾ താമസിക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? ഇനി on the third day she heard vultures. Then came up a piece of aeroplane fuselage and so twisted cables. അവള് എന്താ പറയാ, ഒരു 3-ാമത്തെ ദിവസം വൾച്ചേഴ്സിന്റെ, കഴുകന്മാരുടെ ശബ്ദം അവള് കേൾക്കാണ്, കഴുകന്മാരുടെ കാണുകയാണ്. അവിടെ എത്തിയ സമയത്ത് അവള് ഈ പറയുന്ന ഫ്ലൈറ്റിന്റെ ചില അവശിഷ്ടങ്ങൾ അവിടെ കണ്ടു. As she pressed on downstream alongside in bank, she saw parrots, monkeys and hummingbirds and many varieties of tiny orchids growing on tree trunks. She avoided delicious looking food because things that look beautiful and tempting are poisonous. അവിടെ ഒരുപാട് ജീവജാലങ്ങളെ അവൾ കാണുന്നതൊക്കെ പറയുന്നത്, ഹമ്മിങ് ബേർഡിനെ ആണെങ്കിലും പാരറ്റ്സിനെ ആണെങ്കിലും മങ്കീസിനെയൊക്കെ നിരവധി എണ്ണം അവിടെ ആ സ്ട്രീമിന്റെ എന്താ പറയാ അരുവിയുടെ തൊട്ടടുത്തൂടെ നടക്കുന്ന സമയത്ത് അവൾ ഒരുപാട് എണ്ണം കണ്ടു. ഒരുപാട് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള, നല്ല മധുരമുള്ളത് തോന്നിപ്പിക്കുന്ന, ഡെലീഷ്യസ് എന്ന് തോന്നിപ്പിക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സ് അവിടെ ഉണ്ട്. പക്ഷെ അവളതൊന്നും കഴിച്ചില്ല. കാരണം ഗുഡ് ലുക്കിംഗ് ആയി തോന്നുന്നതൊക്കെ ചിലപ്പോൾ നമ്മളെ ഡിസീവ് ചെയ്യാനുള്ളതായിരിക്കും, പറ്റിക്കാനുള്ളതായിരിക്കും, പോയ്സണസ് ആയിരിക്കും എന്നുള്ള ബോധ്യം അവൾക്കുണ്ടായിരുന്നു. ഓക്കെ, ഷി വാസ് കംപ്ലീറ്റ്ലി ഇൻജോർഡ് ബൈ ദ അൺബിയറബിൾ പെയിൻ ആൻഡ് ദ ബൈറ്റ്സ് ഓഫ് ഇൻസെക്ട്സ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇടിയിൽ അവർക്ക് തലയിൽ വലിയൊരു ബൾബ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ തലയിൽ വലിയൊരു മുഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നല്ല വേദനയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രാണികൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം കുത്തി ഇപ്പം നമ്മളെ കൊതുക് കടിക്കുന്ന പോലെ ഒരുപാട് പ്രാണികൾ കടിച്ചിട്ട് അവളൊക്കെ ശരീരത്തിൽ ആകെ എന്താണ് ബൈറ്റ്സ്, പെയിനും ഉണ്ട്, ആ ബൈറ്റ്സിലൂടെയുള്ള പെയിനും ഉണ്ട്. ഷീ റിസ്ക്ഡ് ബൈ സ്വിമ്മിങ് ബിക്കോസ് വാക്കിംഗ് വാസ് മച്ച് ഹാർഡർ. അപ്പോൾ ഇതിന്റെ തീരത്തൂടെ നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ കുറച്ച് എന്ത് ചെയ്തു, റിസ്ക് എടുത്തിട്ടാണെങ്കിലും നീന്തി. അത് റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ടേണിങ്ങിലൊക്കെ വലിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ വീണ് മരിച്ചു അല്ലെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് അതൊക്കെ നോക്കി നീന്താനും തുടങ്ങി. ഓൺ ദ 10th day, അങ്ങനെ 10ാമത്തെ ദിവസം, ഷീ സോ ഓൺ ദ ഫ്ലോർ എ സ്മോൾ ഔട്ട്ബോർഡ് മോട്ടോർ കെയർഫുള്ളി wrapped in the plastic. അവള് ഒരു കാര്യം കണ്ടു. അങ്ങനെ നദിയുടെ തീരത്തൂടെ നടക്കുന്ന സമയത്ത് കുറെ ദിവസങ്ങളായി നടക്കുന്നു. 10ാമത്തെ ദിവസം എത്തിയപ്പോ ഒരു ഷീസ് എ ഫ്ലോർ സ്മോൾ ഔട്ട്ബോട്ട് മോട്ടോർ കെയർഫുള്ളി wrapped in it എന്ന് വെച്ചാൽ ഒരു ബോട്ടിന്റെ മോട്ടോർ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചതായിട്ട് അവള് കണ്ടു. ആൻഡ് എ ക്യാൻ ഓഫ് പെട്രോൾ ഇൻഡിക്കേറ്റിംഗ്
her of something returning back. ഒരു ക്യാൻ ഓഫ് പെട്രോൾ ഉണ്ട്. ഇതിപ്പോൾ ആരും കാട്ടിൽ കൊണ്ടുപോകില്ലല്ലോ മനുഷ്യന്മാരല്ലാതെ. അപ്പോൾ അവർക്ക് ഒരു പ്രതീക്ഷ വന്നു തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിന്. ദ റെയിൻ വാസ് pouring down, so she stayed in the hut. ഒരു ചെറിയ കുടിലും കണ്ടു. ആ കുടിലിൻ്റെ അകത്ത് അവള് നല്ല മഴ ആയത് കാരണം അതിനകത്ത് കയറിയിരുന്നു. Then she heard voices of 3 men who were Mastino. Mastino എന്ന് പറഞ്ഞാൽ ഹാഫ് വൈറ്റ് ആൻഡ് ഹാഫ് ഇന്ത്യൻ അണ്ടേഴ്സ്. ഹാഫ് ഇന്ത്യൻകാരായിട്ടുള്ള ഹാഫ് വൈറ്റ് ആയിട്ടുള്ള അണ്ടേഴ്സ് ആണ് അവര് എന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ സംസാരത്തിൽ നിന്നും അവർ കണ്ടത് തന്നെ അവർക്ക് മനസ്സിലായി. 3 പേര് വന്നു. അവരുടെയാണ് ഈ ബോട്ടും എന്താണ് ആ ബോട്ടിന്റെ എഞ്ചിനും പെട്രോളും ഒക്കെ. They told her that they kept several huts in the jungle for their expedition and knew about the crash, and one of them had actually been in the search of plane which flew over the jungle after accident. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ ഹട്ടുകൾ ജംഗിളിലുടനീളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾക്ക് വേട്ടയാടാനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരാൾ, ഈ 3 പേരിൽ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഈ പ്ലെയിൻ ക്രാഷിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരാൾ ഈ തെരച്ചിലിന് വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുണ്ട്, പോയിട്ടുമുണ്ട് ആളുകളുടെ അതോറിറ്റീസിന്റെ കൂടെ. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. ദേ വാഷ്ഡ് ഹർ വിത്ത് സാൾട്ട് വാട്ടർ. ഉപ്പിട്ട വെള്ളം കൊണ്ട് അവളെ കഴുകി. പുട്ട് സ്ലേവ് ഓൺ ഹർ വൂൺസ്. മരുന്ന് പുരട്ടി കൊടുത്തു അവളുടെ മുറിവുകളിൽ. ആൻഡ് മെയ്ഡ് ഫ്രൂട്ട് മാഷ് ഫോർ ഹർ which she was unable to eat. അവൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ അത് അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. The next morning they got their boat ready and took her down river. പിറ്റേ ദിവസം ബോട്ടൊക്കെ റെഡിയാക്കിയിട്ട് അവളെ നദിയിലൂടെ കൊണ്ടുപോവുകയാണ്. It took hours to get to the jungle settlement of ടോണോവിസ്റ്റ. ടോണോവിസ്റ്റയിലേക്ക് എത്താൻ പിന്നെയും മണിക്കൂറുകൾ എടുത്തു. ഒരു ചെറിയൊരു ഗ്രാമമാണ് ടോണോവിസ്റ്റ. People came running and shouting and to stare at her. അപ്പോൾ അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ പേടിച്ച് കരയാണ് ചെയ്യുന്നത്. അത്രയും ഭീകരമായിട്ടായിരുന്നു അവളുടെ മുഖമൊക്കെ. അവളുടെ അവസ്ഥയൊക്കെ വളരെയധികം എന്താ പറയുക മോശമായിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, കാരണം ഒരുപാട് ബൈറ്റ്സ് ഒക്കെ കിട്ടിയിട്ട്. her eyes were bloodshot. അവരുടെ കണ്ണുകളൊക്കെ ആകെ ചോര കലങ്ങി കിടക്കുന്നുണ്ട്. they looked entirely red and her face was disfigured. മുഖമൊക്കെ വികൃതമായിട്ടുണ്ട്. and swollen out of shape from the insect bites. അതിന്റെ ഷേപ്പ് ഒക്കെ നഷ്ടപ്പെട്ടത് ഇൻസെക്ട് ബൈറ്റ്സ് കുത്തിയിട്ടാണ് അല്ലെ. ഇപ്പം ഒരു നമ്മുടെ കടന്നൽ കുത്തിയാൽ തന്നെ നമുക്കറിയാം മുഖമൊക്കെ ആകെ ഷേപ്പ് മാറിയപ്പോൾ. അപ്പൊ അതുപോലെ തരണം കുത്തി ഉള്ള. Toronto was a small dispensary where she washed and her wounds were treated. അവിടെ ഒരു ചെറിയ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അതിനകത്ത് അവളുടെ എന്താ പറയാ മുറിവൊക്കെ വാഷ് ചെയ്തു, മരുന്നൊക്കെ വെച്ചു. They used a special medicine to clean out all the worms and gave her an injection to contract inflammation. എന്ന് വെച്ചാൽ ഈ പറയുന്ന മുറിവുകളിലൊക്കെ ഈ പറയുന്ന നമ്മുടെ ഈ വേംസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. മുറിവില് വേംസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ വേംസിനെയൊക്കെ അവര് പ്രത്യേക മരുന്ന് ഉപയോഗിച്ചിട്ട് ഒഴിവാക്കി. അതുപോലെ തന്നെ ഈ ഈച്ചകളൊക്കെ പെട്ടെന്ന് മുട്ടയിടും. മുറിവുകളൊക്കെ കഴുകാത്തയും വൃത്തിയാക്കാത്തതായുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ മുട്ടയിടും. അത് പിന്നീട് വേംസ് ആയിട്ട് മാറും, പുഴുക്കളായിട്ട് മാറും. അങ്ങനെയാണ് ശരീരത്തിൽ പുഴുക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പുഴുക്കളൊക്കെ അവർ റിമൂവ് ചെയ്തു, ഒരു മരുന്നും കൊടുത്തു, ഇൻഫ്ലമേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, പനി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. 11.5 days after the crash, she again boarded a plane. 11 ദിവസത്തിന് ശേഷം അവൾ പിന്നെയും ഒരു ഫ്ലൈറ്റ് കയറി. A small 10-engined machine that took her to the US mission base of Summer Institute of Linguistics near Pucallpa, which where an American doctor looked after her. അങ്ങനെ അമേരിക്കയിലേക്ക് ഒരു ചെറിയ എഞ്ചിൻ ഘടിപ്പിച്ച ഒരു ചെറിയ വിമാനത്തിൽ അവൾ എത്തി. പുക്കാൽപ്പ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു അമേരിക്കൻ ഡോക്ടർ അവളെ പരിചയിച്ചു. With the help of her directions, search planes found the wreckage. അവൾ പറഞ്ഞു കൊടുത്ത ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് ഈ പറയുന്ന സെർച്ച് ടീം ഉണ്ടാവുമല്ലോ, ഈ ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന സെർച്ച് ടീം. അപ്പൊ അവര് ഈ പറയുന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തി. Her father arrived and informed about the death of her mother. അച്ഛൻ അവിടേക്ക് വന്നു, മകളോട് അമ്മ മരിച്ചതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അവർക്ക് അറിയാമായിരുന്നു അമ്മ മരിച്ചിട്ടുണ്ടാവുമെന്ന്. Later, searchers found Electra scattered over 16 kilometers of jungle. അവര് പിന്നീട് ഈ പറയുന്ന സെർച്ചേഴ്സ് കണ്ടുപിടിച്ചു 16 കിലോമീറ്ററുകളിലായിട്ട് ചിന്നിച്ചെതറി കിടക്കുന്ന ഈ നമ്മുടെ ഈ വലിയ എയർപ്ലെയിനിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി. ദ കോസ് ഓഫ് ദ ക്രാഷ് ആൻഡ് ഹൗ ജൂലിയാനെ ഗോട്ട് സേഫ്ലി ഡൗൺ വാസ് അൺനോൺ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇവള് രക്ഷപ്പെട്ടതെന്നോ ആർക്കും അറിയില്ല. ഓക്കെ, വൺ തിയറി വാസ് ദാറ്റ് ദ പ്ലെയിൻ എക്സ്പ്ലോഡഡ് അറ്റ് 3000 meters, that the fall of some pieces was cushioned by an enormous upward current of air in the storm.
ചില ഒരു തിയറി പറയുന്നത് അങ്ങനെയാണ്, ഏകദേശം 3000 മീറ്റർ മുകളിൽ നിന്നാണ് പ്ലെയിന് പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം വലിയ ഒരു സർക്കിളിൽ ഇത് ചിതറിപ്പോയത്. ഏതോ ഒരു വലിയ സാധനം ഒരു കുഷൻ ആക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായിരിക്കാം ഇവരുടെ ഒരു രക്ഷപ്പെടലിന്റെ കാരണമെന്ന് കറണ്ട് ഓഫ് എയർ എന്ന് വെച്ചാൽ വലിയൊരു സ്റ്റോം ഉണ്ടായിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഒരു മുകളിലേക്ക് ഒരു പ്രഷർ, സ്റ്റോമിന്റെ കിട്ടിയ ഒരു പ്രഷർ ആയിരിക്കാം ഇവിടെ പതുക്കെ 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 താഴേക്ക് എത്തിച്ചത് എന്നാണ് ഒരു വാദം. ഓക്കെ, ഞാനൊന്ന് ചോദിച്ച പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. 7 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നത്. നറേഷനാണ് സാധാരണ ചോദിച്ച് കാണാറുള്ളത്. ജൂലിയൻ കോപ്കെ reaches home as a sole survivor of the Lanza air crash. She had a horrifying adventure in the jungle. She narrates her experience in the jungle of her to her friends. Prepare a likely narrative. ആ നറേറ്റീവ് ഒന്ന് എഴുതാനാണ് പറയുന്നത്. 7 മാർക്കിനായതുകൊണ്ട് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആണ് അവിടെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എഴുതണം. നറേറ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ഇവിടെ കഥ പറയുന്നത് അവളുടെ കഥ പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ എഴുതേണ്ടത് എന്താണ്, അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഞാൻ തന്നിട്ടുള്ള സമറി തന്നെ നിങ്ങൾ എഴുതിയാലും മതി. അതിന് കുറച്ച് ഹിൻ്റൊക്കെ തന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. ഇത് 7 മാർക്കിനുള്ള സാധനമാണ് ഞാൻ തന്നത്. സോ ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.